മാർക്കണ്ഡേയ പുരാണത്തിലെ പിങ്കാക്ഷ, വിബോധ, സുപുത്ര, സുമുഖ എന്നീ 4 പക്ഷികൾ അവരുടെ കഥ പറയാൻ തുടങ്ങി. ഒരു ദിവസം ഇന്ദ്രൻ ഒരു വയസ്സായ പക്ഷിയുടെ വേഷത്തിൽ ഞങ്ങളുടെ ആശ്രമത്തിലെത്തി. ആ പക്ഷി ആകെ എല്ലും തോലുമായിരുന്നു. അതിനാൽ കുറച്ച് ഭക്ഷണം നൽകാൻ ഞങ്ങൾ പിതാവിനോട് അഭ്യർത്ഥിച്ചു. ഞങ്ങളുടെ പിതാവ് അന്വേഷിച്ചപ്പോൾ പക്ഷി മനുഷ്യമാംസം കഴിക്കാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു. ഞങ്ങളുടെ അച്ഛൻ പക്ഷിയെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അത് ആഗ്രഹം ഉപേക്ഷിച്ചില്ല. പക്ഷിയുടെ വിശപ്പകറ്റാൻ ഞങ്ങളുടെ ശരീരം ദാനം ചെയ്യാൻ പിതാവ് ഞങ്ങളോട് ആവശ്യപ്പെട്ടു. എന്നാൽ ഞങ്ങൾ 4 പേരും ആവശ്യം നിരസിച്ചു. ഇത് ഞങ്ങളുടെ പിതാവിനെ പ്രകോപിപ്പിച്ചു. അടുത്ത ജന്മത്തിൽ പക്ഷികളായി ജനിക്കട്ടെ എന്ന് പിതാവ് ഞങ്ങളെ ശപിച്ചു. പിതാവ് സ്വയം ശരീരം ദാനം ചെയ്യാൻ തയ്യാറായി. പിതാവ് അന്തിശ്വാസം വലിക്കുമ്പോൾ ഇന്ദ്രൻ തന്റെ യഥാർത്ഥ രൂപത്തിൽ വന്നിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങളെ പരീക്ഷിക്കാൻ വന്നതാണ്. തുടർന്ന് ഇന്ദ്രൻ ഞങ്ങളുടെ പിതാവിനെ ദൈവികമായ അറിവ് ലഭിക്കാനും ആത്മീയ പാതയിലെ എല്ലാ തടസ്സങ്ങളിൽ നിന്നും മുക്തനാകാനും അനുഗ്രഹിച്ചു. ഞങ്ങൾ പിതാവിന്റെ കാൽക്കൽ വീണ് മാപ്പ് ചോദിച്ചു, വാക്കുകൾ തിരിച്ചെടുക്കാൻ അഭ്യർത്ഥിച്ചു. പക്ഷേ തന്റെ വാക്കുകൾ വെറുതെയാകില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. എന്നാൽ പക്ഷികളുടെ രൂപത്തിൽ പോലും പരമമായ അറിവ് ലഭിക്കാൻ ഞങ്ങളെ അനുഗ്രഹിച്ചു.